നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ക്രൈസ്തവ സമൂഹം നേരിടുന്ന സമകാലിക വിഷയങ്ങളിൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ ശക്തമായ പ്രതികരണവുമായി കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. വയനാട് ബഫർ സോൺ വിഷയത്തിലും ഡൽഹി കർഷക പ്രശ്നത്തിലും 80-20 ന്യൂനപക്ഷ അനുപാത വിഷയത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. കർഷകരുടെയും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുടെയും ആവശ്യങ്ങളിൽ ജാതിമത വ്യത്യാസമില്ലാതെ കർത്താവിന്റെ മനസ്സോടുകൂടി നീതിബോധത്തോടും കൂടി സഭയും സഭാ നേതൃത്വവും എന്നും ഇടപെട്ടിട്ടുണ്ടെന്നും മാർ ജോസ് പുളിക്കൽ ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. കർഷകരായിരുന്നാലും മറ്റേത് തരത്തിൽപ്പെട്ട അവഗണിക്കപ്പെട്ടവരായിരുന്നാലും അവരുടെയൊക്കെ കാര്യങ്ങളിൽ അത് ജാതിമത വ്യത്യാസം കൂടാതെ വിശ്വാസ സമൂഹം എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യത്തിൽ കർത്താവിൻ്റെ മനസ്സോടുകൂടി, ഒരു ആർദ്രമായ മനസ്സോടുകൂടി, നീതിബോധത്തോടുകൂടി ഒരു ധാർമ്മിക ശക്തി എന്ന നിലയിൽ പ്രവർത്തിക്കാനും ഇടപെടാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എക്കാലത്തും സഭ ഇടപെട്ടിട്ടുമുണ്ട്. ഇപ്പോഴും സഭ അങ്ങനെ തന്നെയാണ് അതിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ കാണുന്നതും വിലയിരുത്തുന്നതും. നടക്കുന്ന കർഷക സമരങ്ങളെക്കുറിച്ചും അതുപോലെ നമ്മുടെ ഈ സമകാലിക സാഹചര്യങ്ങളിലെ വിവിധങ്ങളായ വനമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം സത്വരമായ ഒരു ശ്രദ്ധയും കരുതലും കർഷകരോടൊപ്പം നിൽക്കുന്നൊരു മനോഭാവമാണ് സഭയ്ക്കുള്ളത്. ഇപ്പോൾ സഭയുടെ കാഴ്ചപ്പാട് അതുതന്നെയാണ്. കുത്തക കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖലയെ അടിയറവ് വയ്ക്കുന്നതാണ് പുതിയ കാർഷിക ബില്ലുകളെന്നും അതിനാൽ ചെറുകിട കർഷകരെ പുതിയ കർഷക ബിൽ ബാധിക്കുമെന്നും ചെറുകിട കർഷക സംരംഭങ്ങൾ എല്ലാം ഇല്ലാതാകുമെന്നും ബിഷപ്പ് പറയുന്നു. കുത്തക കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖലയെ അടിയറവ് വയ്ക്കാനേ ഉപകരിക്കൂ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. കാരണം ഇത് പരിധിയില്ലാതെ സംഭരിക്കാം, വിൽക്കാം എന്ന് പറയുമ്പം കേട്ടാൽ എളുപ്പമുണ്ട്, നല്ലതാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെ പരിധിയില്ലാതെ സംഭരിക്കാനും വിൽക്കാനും ഏത് കമ്പനിക്കും അവകാശം കൊടുക്കുന്നതാണത്. അപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിന് തുല്യമാണ് അതിൻ്റെ അവസ്ഥ. ഈ 3 ബില്ലിനും ഈ പ്രശ്നം കിടപ്പുണ്ട്. ഈ 3 ബില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അപകടമായിട്ട് തന്നെ എടുത്തു പറയപ്പെടുന്നത്, അത് ശരിയുമാണതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈ കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖലയെ കംപ്ലീറ്റ് അടിയറവ് വയ്ക്കുന്നവയാണ് ഈ ബില്ലുകൾ എന്നതാണ്. ചുരുക്കത്തിൽ ഈ ചെറുകിട കർഷക സംരംഭങ്ങൾ അതെല്ലാം തന്നെ ഇല്ലെന്നാകും. നമ്മുടെ നാമമാത്രമായ കർഷകരുണ്ട്, ധാരാളം ആളുകളുണ്ട്. നമ്മുടെയൊക്കെ മേഖലയിലും പോലും ധാരാളമുണ്ട് അങ്ങനെ ആളുകൾ. അപ്പോൾ ഇന്ത്യയുടെ പൊതു പശ്ചാത്തലം നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകർ മുഴുവൻ സൈഡ് ലൈൻ ചെയ്യപ്പെടും. അവരുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് വിപണി മാറിപ്പോകും. കോർപ്പറേറ്റുകളായിരിക്കും തീരുമാനിക്കുക എന്ത് കൃഷി ചെയ്യണം. അതുപോലെ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം ഏർപ്പെടുത്താവുന്ന മേഖലകളുണ്ടായിരുന്നു, താങ്ങുവില ഏർപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആ അധികാരം കേന്ദ്രത്തിലേക്ക് കൈമാറപ്പെടുന്നു എന്നുള്ളതും വലിയ അപകടമാണ്. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം എടുത്തു മാറ്റുന്നു എന്ന് പറയുമ്പം നല്ലതായിട്ട് തോന്നാമെങ്കിലും സംസ്ഥാനത്തിന് ലഭ്യമായിരിക്കുന്ന കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്ന എല്ലാ സാധ്യതകളും എടുത്തു മാറ്റിയിട്ട് അത് മുഴുവനും വൻകിട കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്നതിന് തുല്യമായൊരവസ്ഥയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ കർഷകർ ആ മേഖലയിൽ നിന്നും കുടിയിറക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നിരീക്ഷണങ്ങൾ. അത് വലിയൊരു അപകടമാണ്. ഇപ്പോൾ താങ്ങുവില ഏർപ്പെടുത്താൻ പറ്റില്ല, അവർക്ക് അവരുടെ കൃഷി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പിന്നീട് സാവധാനം വലിയ വിലയായി മാറും കാർഷിക വിഭവങ്ങൾക്ക്. അത് നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരായിരിക്കും. കേരളത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ കത്തോലിക്ക സഭയുടെ ബൃഹത്തായ സംഭാവനയുണ്ടെന്നും 80-20 ന്യൂനപക്ഷ അനുപാതം തികച്ചും അനീതിപരമാണെന്നും ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലെന്നും ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന നല്ല നേതാക്കന്മാരെയാണ് നമുക്ക് ആവശ്യമെന്നും ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പറയുന്നു. നമ്മുടെ സമുദായം, ക്രൈസ്തവ സമുദായം അല്ലെ കത്തോലിക്ക സഭ, കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയ്ക്ക് വിദ്യാഭ്യാസപരം, ജീവകാരുണ്യപരം, സാമൂഹ്യ പ്രതിബദ്ധത, അതുപോലെ ആതുര ശുശ്രൂഷ മേഖലകൾ, ഇവിടെയൊക്കെ അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ഭൂപടം ഇന്നിങ്ങനെ ആയിരിക്കുന്നതിൻ്റെ പിറകിൽ കത്തോലിക്ക സഭയുടെ സംഭാവനകളെ ഒരിക്കലും ഇകഴ്ത്തി കാണിക്കാനായിട്ട് പാടില്ല. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാലും. അപ്പോൾ ഇത്രയധികം കാര്യമായ ജാതിമത വ്യത്യാസമന്യേ എല്ലാവർക്കും വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു സഭയുടെ, ആ സഭ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. ഈ 80:20 എന്ന് പറയുന്ന അനുപാതം അത് അനീതിപരമാണ്. ഒരിക്കലും അങ്ങനെ വരാനായിട്ട് പാടില്ലല്ലോ. കാരണം അതല്ലല്ലോ അതിൻ്റെ അനുപാതം. അങ്ങനെ വരുന്ന ആ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അത് വലിയ പ്രശ്നം നമ്മുടെ സമുദായത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അനീതിപരമായിട്ട്
ഒരവകാശവും നമുക്ക് വേണ്ട. പക്ഷേ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ തരത്തിൽ സത്യസന്ധമായിട്ടും സമുദായത്തോട് സ്നേഹവും ആഭിമുഖ്യവും ഒക്കെ ഉള്ള ആളുകൾ, എന്നാൽ എല്ലാവരെയും പരിഗണിക്കുന്ന ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള നല്ല നേതാക്കന്മാർ ഉണ്ടാവണമെന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത്തരം ആളുകൾ ഇലക്ട് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് പൊതുവെ പറഞ്ഞാൽ സഭയുടെ ആഗ്രഹം. അതിനകത്തൊരു വർഗീയതയോ അമിതമായ സമുദായ ചിന്തയോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു സമുദായം എന്നുള്ള ബോധം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്നും കർഷകരുടെ കൃഷിയിടങ്ങളെയും വാസസ്ഥലങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാവണം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പ്രഖ്യാപിക്കപ്പെടേണ്ടതെന്നും ബിഷപ്പ് പറയുന്നു. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ബിഷപ്പ് പങ്കുവച്ചു. ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരട് വിജ്ഞാപനത്തിനകത്ത് ഇപ്പോഴും വലിയ അപകടങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത്. കർഷകർ ന്യായമായിട്ട് അവർക്ക് അവരുടെ കൃഷിയിടങ്ങളെയും അവരുടെ താമസ സ്ഥലങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആവണം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പ്രഖ്യാപിക്കപ്പെടേണ്ടത് എന്ന് നിരന്തരമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ പലതരത്തിലുമുള്ള കപട പരിസ്ഥിതിവാദികളുടെ പരിശ്രമം കൊണ്ടും അതുപോലെ വനംവകുപ്പിൻ്റെ തന്നെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നെ വേണ്ടത്ര, സംസ്ഥാന സർക്കാരുകൾ തന്നെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടും തന്നെ ആവണം ഇപ്പോഴിറക്കിയിരിക്കുന്ന കരട് വിജ്ഞാപനത്തിനകത്തും കുറവുകൾ നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 10 കിലോമീറ്റർ ആയിരുന്നത് 1 കിലോമീറ്റർ ആയിട്ട് ചുരുക്കി ബഫർ സോണുകൾ എന്നൊക്കെ പറയുമ്പോൾ ആ 1 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ് ആണ്. ഈ ഏരിയൽ ഡിസ്റ്റൻസ് വലിയ അപകടം ഉണ്ടാക്കും. അത് കാർഷിക മേഖലകളെയൊക്കെ കവർന്നുകൊണ്ടാണ് പോകുന്നത്. നമ്മളെപ്പോഴും ആവശ്യപ്പെടുന്നത് ESI ആണെങ്കിലും ESZ എന്ന് പറയുന്നതാണെങ്കിലും ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നത് എക്കോ സെൻസിറ്റീവ് സോൺ, ഇത് വനാതിർത്തിക്കുള്ളിൽ തന്നെ നിൽക്കാവൂ. ജണ്ട കെട്ടി തിരിച്ചിരിക്കുന്ന ആ വനാതിർത്തിക്കുള്ളിൽ തന്നെ നിൽക്കണം. അതിന് പുറത്തേക്ക് വരാനായിട്ട് പാടില്ല. അങ്ങനെ വരുന്നത് അപകടകരമാണ്. അവിടെയുള്ള കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും അത് അപലപനീയമാണ്. അത് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് വേണ്ട നടപടികൾ എടുക്കുകയും അത് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനകത്ത് മാറ്റം വരുത്തേണ്ടതാണെന്നുള്ളത് തന്നെയാണ്. കാരണം കർഷകരുടെ കൃഷിയിടങ്ങളും താമസ സ്ഥലങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അല്ല ഇത് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ കർഷകർക്ക് അവിടെ ജീവിക്കാൻ പറ്റുകയില്ല. പിന്നെ കർഷകരാണ് ഈ പരിസ്ഥിതിയെല്ലാം നശിപ്പിക്കുന്നത്, പ്രകൃതി നശിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണം അടിസ്ഥാനരഹിതമാണ്. നമ്മളൊക്കെ വാസ്തവത്തിൽ ഈ കുടിയേറ്റക്കാരാണ്, കയ്യേറ്റക്കാരല്ല. ഈ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കർഷകർ നമ്മുടെ കാർഷിക മേഖലയെ വളർത്തുന്നവരാണ്. കർഷകർക്കു വേണ്ടിയും ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയും എന്നും ശക്തമായ നിലപാട് കൈക്കൊണ്ട വ്യക്തിയാണ് മാർ ജോസ് പുളിക്കൽ. സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കു വേണ്ടിയും പാവപ്പെട്ടവരും പാർശ്വവത്കരിക്കപ്പെട്ടവർക്കു വേണ്ടിയും പിതാവ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. പൗരോഹിത്യം മാനവ സേവനമാണെന്ന് ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ഫാദർ ജോജോ മണിമല എന്ന 36-കാരനായ കപ്പുച്ചൻ വൈദികൻ. ഇദ്ദേഹം വൃക്ക ദാനം ചെയ്തതോടെ ഇരുളടഞ്ഞ 2 ജീവനുകളാണ് തളിരിടുന്നത്. കപ്പുച്ചൻ സഭാംഗമായ ഫാദർ ജോജോയുടെ വൃക്കദാനം 2 പേർക്കാണ് ജീവനേകുന്നത്. 44-കാരനായ പാലക്കാട് സ്വദേശി നാരായണൻകുട്ടിക്കാണ് ഫാദർ ജോജോ വൃക്ക നൽകുന്നത്. ഇതിനു പകരമായി അദ്ദേഹത്തിന്റെ ഭാര്യ 24-കാരനായ കോടഞ്ചേരി സ്വദേശി കുര്യാക്കോസ് ജോസിന് തന്റെ വൃക്ക നൽകി നന്മയുടെ സ്നേഹച്ചങ്ങലയൊരുക്കി. കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു വൃക്കദാനം നടന്നത്. കപ്പൂച്ചൻ സഭയുടെ കണ്ണൂർ പാവനാത്മ പ്രൗഢ സംഘമായ ഫാദർ ജോജോ മണിമല ഇരിട്ടി ഡോൺ ബോസ്കോ കോളേജിലെ MSW വിദ്യാർത്ഥിയാണ്. ജീസസ് യൂത്തിന്റെ മുൻനിര പ്രവർത്തകനായ ഫാദർ ജോജോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. നിലമ്പൂർ പാലേമാട് മണിമല തോമസിന്റെയും മേഴ്സിയുടെയും മകനായ ഫാദർ ജോജോ 2014 പൗരോഹിത്യം സ്വീകരിച്ചത്. കോവിഡ് ദിനങ്ങളിൽ വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളുടെ പറുദീസ തീർത്ത് ശ്രദ്ധേയനാവുകയാണ് ഫാദർ ഡേവിസ് ചിറമേൽ. 7 മാസം കൊണ്ട് പണിതീർത്ത പക്ഷി ഫാമിൽ തത്തയും കാടയും അടക്കം നിരവധി ജീവജാലങ്ങളാണുള്ളത്. ഫാദർ ഡേവിസിന്റെ പക്ഷി ഫാം ആരെയും ആകർഷിക്കുന്നതാണ്. ഇവിടെ മനോഹരങ്ങളായ തത്തകളും താറാവും കോഴികളുമടക്കം നിരവധി ജീവജാലങ്ങളുണ്ട്. മനുഷ്യൻ പ്രകൃതിയിലേക്കും ജീവജാലങ്ങളിലേക്കും മടങ്ങിപ്പോകണമെന്നും പ്രകൃതിയോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോടും ഇണങ്ങിച്ചേർന്നുള്ള ജീവിതം നയിക്കണമെന്നുള്ള തന്റെ ആഗ്രഹവുമാണ് ഇങ്ങനെയൊരു ഉദ്യമം ആരംഭിക്കാൻ കാരണമായതെന്ന് ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞു. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള സമ്മാനങ്ങളാണ്. ഇത് സൺ കൊണിയൂർ എന്ന് പറയുന്ന തത്തയാണ്. എൻ്റെ തലയിലിരിക്കുന്നുണ്ട്, അവൻ്റെ പുറത്തെടുത്തിരിപ്പുണ്ട്. ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യനെ ഈ ജീവജാലങ്ങളുടെ സുഹൃത്തായിട്ടാണ് ദൈവം നൽകിയിട്ടുള്ളത്. സുഹൃത്താണ് നമ്മളിവരുടെ.
അപ്പം നമ്മളിവ എന്തുകൊണ്ടാണ് പണ്ട് കണ്ടിട്ടില്ലേ, പർദീസായിലെ എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അതുപോലെ നമ്മൾ കഴിയണം. നമ്മുടെ ഉള്ള് ഈ പക്ഷികളെ പോലെ പറഞ്ഞില്ലേ, പക്ഷികളെ നിങ്ങൾ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. അതുപോലെ ആകണം നമ്മുടെ മനസ്സ്. ഇത് കണ്ടോ, ഇതെല്ലാം ശരി കേട്ടോ, ഓക്കെ, കടിക്കരുത് തന്നെ. ഓക്കെ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പശു വളർത്തൽ കൂടാതെ കൃഷിത്തോട്ടവുമുണ്ട് ഫാദർ ഡേവിസിന്. അതോടൊപ്പം പുതിയതായി ടെറസിന്റെ മുകളിൽ മീൻ വളർത്തലും ഫാദർ ഡേവിസ് ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ എരുമപ്പെട്ടി കടങ്ങോട് ഇടവക ദേവാലയത്തിന്റെ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരുന്ന ഫാദർ ഡേവിസ് ചെറുമേൽ ഒഴിവു സമയങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട തത്തകളോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. കൊല്ലം രൂപതയിലെ ചവറ തെക്കും ഭാഗത്ത് അഷ്ടമുടി കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ദേവാലയമാണ് സെന്റ് ജോസഫ് ഫൊറോന ചർച്ച്. വിശുദ്ധ യൗസേപിതാവിന്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ പുരാതനമായ ദേവാലയം 160 വർഷങ്ങൾക്ക് മുൻപാണ് നിർമ്മിക്കപ്പെട്ടത്. അസാധ്യ കാര്യങ്ങൾക്ക് അതിവേഗത്തിൽ കാര്യസിദ്ധി നൽകുന്ന നിരവധി സവിശേഷതകൾ നിറഞ്ഞ അത്ഭുത ദേവാലയം കൂടിയാണിത്. കൊല്ലം ചവറ തെക്കുംഭാഗത്ത് അഷ്ടമുടിക്കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ദേവാലയമാണ് സെന്റ് ജോസഫ് ഫെറോന ചർച്ച്. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ചെറിയ ഒരു ഓലകെട്ടിയ പള്ളിയും പിന്നീട് പോർച്ചുഗീസുകാരുടെ വരവോടെ ഇന്ന് കാണും വിധം ഈ ദേവാലയം 160 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെടുകയുമായിരുന്നു. ശേഷം ഏതാനും നവീകരണങ്ങൾ മാത്രം നടത്തപ്പെട്ടു. ദൂരദേശങ്ങളിൽ നിന്നും നിയോഗങ്ങളുമായി എത്തുന്നവരെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഗ്രാമാന്തരീക്ഷവും എല്ലാം മറന്നുള്ള പ്രാർത്ഥനകളിലേക്ക് നയിക്കുന്നത് പതിവാണ്. ഇന്ന് കേരളത്തിലെ സർക്കാർ ജോലി നേടിയവരിൽ കൊല്ലം രൂപതാംഗങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ഈ തെക്കുംഭാഗം ഇടഭാഗങ്ങളാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യൗസേപ്പിതാവിനുള്ള തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പിതാവിനുള്ള പ്രത്യേക മമതയും പ്രാർത്ഥനയും മാധ്യസ്ഥവും ഇവർ എന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപതയിലെ പഴക്കം ചെന്ന ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ തെക്കുംഭാഗം ദേവാലയം. യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ ദേവാലയം എന്ന് വേണം നമുക്ക് ഈ തെക്കുംഭാഗം ദേവാലയത്തെ വിശേഷിപ്പിക്കുവാനായിട്ട്. ഉറങ്ങുന്ന യൗസേപ്പിതാവിന്റെ രൂപമാണ് ദേവാലയത്തിന്റെ സുപ്രധാന സവിശേഷത. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മുന്നിൽ യുവാക്കളെത്തി പ്രാർത്ഥിച്ച് തൊഴിൽ നേടുന്നതും വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വർഷങ്ങളായി വിഷമിച്ചവർക്ക് സന്താനഭാഗ്യം ലഭിക്കുന്നതും വിവാഹ തടസ്സം മാറുന്നതും രോഗസൗഖ്യം നേടുന്നതുമെല്ലാം വിശ്വാസികൾ അനുഭവിച്ചറിഞ്ഞ അനുഗ്രഹങ്ങളാണ്. അസാധ്യ കാര്യങ്ങളുമായി നാനാജാതി മതസ്ഥരാണ് വിശുദ്ധ യൗസേപ്പിതാവിന്റെ മാധ്യസ്ഥം തേടി എത്തുന്നത്. കൂടാതെ എല്ലാ ബുധനാഴ്ചകളിലും നടത്തപ്പെടുന്ന നൊവേനയ്ക്കും ആരാധനയ്ക്കും വിശ്വാസികൾ എഴുതി നൽകിയ നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനയും ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. വിശുദ്ധ യൗസേപ്പിതാവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 14 ജീവിത സന്ദർഭങ്ങളെ ഉൾപ്പെടുത്തി പള്ളിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള പാതയിലൂടെ വിശ്വാസികൾ വിളക്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി നിർവൃതി അടയുകയാണ്. ആയിരത്തി 1967 മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പള്ളി ആരംഭിച്ച സൊസൈറ്റി ഓഫ് ലേഡീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സഭയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. തൃശൂർ ആസ്ഥാനമായ SLMI സന്യാസിനി സഭയുടെ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ ജനറൽ സുപ്പീരിയർ സിസ്റ്റർ റൂബി തോമസ് ആണ് നേതൃത്വം നൽകുന്നത്. നിർമ്മലാലയത്തിന്റെ കീഴിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് നിർമ്മലാലയം ഹോസ്റ്റൽ, നിർമ്മല കോളേജ്, നിർമ്മല കമ്പ്യൂട്ടർ സെന്റർ, നിർമ്മലാലയം നഴ്സറി ആൻഡ് പ്ലേ സ്കൂൾ, നിർമ്മല ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് എന്നിവ. കൂടാതെ മതബോധനം, ഇടവക പ്രവർത്തനങ്ങൾ എന്നിവയിലും സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. സൊസൈറ്റി ഓഫ് ലേഡീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സമൂഹത്തിൻ്റെ ആദ്യ പ്രവർത്തന മണ്ഡലമാണ് നിർമ്മല കോളേജ്. സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ സംരംഭമായ ഈ കലാലയം സാംസ്കാരിക തലസ്ഥാന നഗരിയായ തൃശ്ശൂരിലെ പ്രഥമ വനിതാ പാരലൽ കോളേജാണ്. സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്ത അതേ വർഷത്തിൽ തന്നെ സമൂഹത്തിന്റെ സ്ഥാപകയായ മദർ അന്നക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി കാഞ്ഞാണി ഇടവകയിലുള്ള അന്നാമരിയ കോൺവെന്റ് സുവർണ ജൂബിലി സ്മാരകമായി സമർപ്പിക്കുവാൻ കഴിഞ്ഞുവെന്നത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു.
50 ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനാ ദിനങ്ങൾ, പുതിയ നിയമം പകർത്തിയെഴുതൽ എന്നിവ സമൂഹാംഗങ്ങൾ അനുഷ്ഠിച്ചു എന്നതും അഭിമാനത്തോടെ സ്മരിക്കുന്നു. അവശരോടും പാവപ്പെട്ടവരോടും ചേർന്ന് എന്നും പ്രവർത്തിക്കാറുള്ള എസ്എൽഎംഐ സന്യാസ സമൂഹം ജൂബിലിയുടെ ഈ വർഷത്തിലും 5 ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവൃത്തികളാണ് എസ്എൽഎംഐ സന്യാസ സമൂഹത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടവകകളിലേക്ക് പങ്കുവച്ചത്. കൂടാതെ നിറച്ചളന്ന് അമർത്തിക്കുലുക്കി ദൈവകാരുണ്യത്തിൻ്റെ സമൃദ്ധി അനുഭവിച്ചറിഞ്ഞ എസ്എൽഎംഐ സന്യാസ സമൂഹം ഇന്ന് ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ ഭവനമില്ലാത്ത ഒരു ഭവനത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചു എന്നതും അഭിമാനത്തോടെ പറയട്ടെ. ഇനിയും അനേകായിരങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ മുഖമായ ഈശോയെ പകർന്നു നൽകുവാൻ എസ്എൽഎംഐ മക്കൾക്ക് ആവട്ടെ എന്ന് ഇത്തരുണത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാവങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമെന്നറിയപ്പെടുന്നത് 1986 ഫെബ്രുവരി 3 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കൊൽക്കത്തയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിന്റെ ഭവനം സന്ദർശിക്കാനെത്തിയ ദിനമാണ്. 35 വർഷം മുൻപ് നടന്ന വിശുദ്ധാത്മാക്കളുടെ ഭൂമിയിലെ സ്നേഹ കൂടിക്കാഴ്ചയുടെ ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. പാപ്പയെത്തിയപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച പോപ്പ് മൊബൈലിൽ കയറി മദർ തെരേസ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മോതിരം ചുംബിച്ചു. പാപ്പ മദർ തെരേസയുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകുകയും ചെയ്തു. ലോക ചരിത്രത്തിലെ തന്നെ വിശുദ്ധമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അന്ന് കൽക്കട്ടയിൽ നടന്നത്. തുടർന്ന് രോഗികൾക്കും നിരാലംബർക്കുമായി മദർ തെരേസ 1950 സ്ഥാപിച്ച നിർമ്മൽ ഹൃദയിലേക്ക് പാവങ്ങളുടെ അമ്മ പാപ്പയെ കൊണ്ടുപോയി. മദർ തെരേസ പാപ്പയുടെ കരങ്ങൾ പിടിച്ച് ഭവനത്തിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ച മനോഹരമായ ദൃശ്യമായിരുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹാംഗങ്ങൾ പാവങ്ങളെയും രോഗികളെയും ശുശ്രൂഷിക്കുന്ന കാഴ്ച പാപ്പയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമമായ BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. സന്ദർശനത്തിന് ശേഷം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നടത്തിയ ചെറുപ്രസംഗത്തിൽ സ്നേഹത്തിന്റെ മഹത്തായ സാക്ഷ്യം വഹിക്കുന്ന സ്ഥലം എന്നാണ് നിർമ്മൽ ഹൃദയ ഭവനത്തെ വിശേഷിപ്പിച്ചത്. ആ 2 വിശുദ്ധാത്മാക്കളും അടുത്ത സുഹൃത്തുക്കളായി തുടർന്നു. പിന്നീടും പലതവണ പരസ്പരം സന്ദർശിക്കുവാൻ ഈ 2 വിശുദ്ധർക്കും കഴിഞ്ഞിട്ടുണ്ട്. 1997 വിശുദ്ധ മദർ തെരേസയുടെ മരണശേഷം മദറിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ നടപടികൾ ആരംഭിക്കുന്നതിന് 5 വർഷം കാത്തിരിക്കേണ്ടതില്ലെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തീരുമാനിക്കുകയും അങ്ങനെ വേഗം തന്നെ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് പാപ്പ മദർ തെരേസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ആധുനിക ലോകത്തിന് സ്വർഗം തന്ന സമ്മാനമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും വിശുദ്ധ മദർ തെരേസയും എന്ന് നിസ്സംശയം പറയാം. 20-21 നൂറ്റാണ്ടുകളിൽ ആഗോളസഭ നേരിട്ടിരുന്ന കടുത്ത ആത്മീയ പ്രതിസന്ധിയുടെയും വരൾച്ചയുടെയും മുന്നറിയിപ്പുകളുമായി 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മദർ മരിയാന ആൻഡ് ജീസസ് ടോറസിന് ലഭിച്ച വിജയമാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾക്ക് 427 വയസ്സ്. പാഷാണ്ഡത, ദൈവദൂഷണം, അശുദ്ധി എന്നിങ്ങനെ സഭ നേരിടാനിരുന്ന വെല്ലുവിളികളെപ്പറ്റി അമ്മ നൽകിയ വെളിപ്പെടുത്തലുകൾ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം അക്ഷരം പ്രതി നിറവേറിയതിന് കാലവും ചരിത്രവും സാക്ഷ്യം വഹിക്കുകയാണ്. ഇക്വദോറിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷനിസ്റ്റ് സഭാംഗമായിരുന്ന മദർ മരിയാന ആൻഡ് ഡി ജീസസ് ടോറസിലൂടെ വിജയമാതാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച പരിശുദ്ധ മറിയം നൽകിയ സന്ദേശങ്ങൾ സത്യമെന്ന് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്ന പശ്ചാത്തലത്തിൽ വിജയമാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. 1571 മിഷനറി പ്രവർത്തനത്തിനായി സ്പെയിനിൽ നിന്നും ക്വിറ്റോയിൽ എത്തിച്ചേർന്ന മദർ മരിയാന യേശുവിൻ്റെയും മാതാവിൻ്റെയും ദർശനങ്ങളുടെയും സന്ദേശങ്ങളുടെയും ആഴവും ഗൗരവവും തിരിച്ചറിഞ്ഞ് ഒരു ബലിയാത്മാവായി സ്വയം സമർപ്പിക്കുകയായിരുന്നു. 1594 ഫെബ്രുവരി 2 അതിരാവിലെ ചാപ്പലിൽ ലോകപാപങ്ങളെ ഓർത്ത് ഭാരത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്ന അവൾക്കു മുന്നിൽ ഒരു കുഞ്ഞിനെ കൈകളിലേന്തി അതീവ സുന്ദരിയായി തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്ത്രീയോട് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ വിജയമാതാവാണ് താനെന്ന് പരിശുദ്ധ മറിയം വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്നും അമ്മ വിവിധ പ്രാവശ്യങ്ങൾ അവൾക്ക് പ്രത്യക്ഷീകരണങ്ങൾ നൽകുകയും 19-ാം നൂറ്റാണ്ടോടെ സഭയിൽ വലിയ വിശ്വാസ പ്രതിസന്ധി ആരംഭിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. പാഷണ്ഡതകൾ, ദൈവദൂഷണം, അശുദ്ധി എന്നിവയാൽ
പിശാച് വിശ്വാസത്യാഗം സഭയിൽ വർദ്ധിപ്പിക്കുമെന്നും കൂദാശകളോടുള്ള ലാഘവ മനോഭാവം വളരുമെന്നും സഭയ്ക്കുള്ളിലെ വിഭാഗീയതകൾ പെരുകുമെന്നും അമ്മ വെളിപ്പെടുത്തി. പാപത്തിൽ ജീവിക്കുന്നതിന് നിയമസാധുത ലഭിക്കുമെന്നും ലൈംഗിക അധാർമികതകൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുമെന്നും ആഡംബര ജീവിതവും ധൂർത്തും ജീവിതശൈലിയുടെ ഭാഗമാകുമെന്നും അനുസ്മരിപ്പിച്ച അമ്മ, വിശ്വാസസത്യങ്ങളിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാത്ത ഒരു ചെറിയ വിഭാഗം ശേഷിക്കുമെന്നും അവർ തന്നോട് ചേർന്ന് തിന്മയ്ക്കെതിരെ പോരാടുമെന്നും കൂടി വെളിപ്പെടുത്തി. 1611 ഫെബ്രുവരി 2 തന്റെ ഒരു രൂപം നിർമ്മിക്കണമെന്ന അമ്മയുടെ നിർദ്ദേശപ്രകാരം രൂപത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്കൊപ്പം മുഖ്യദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ റഫായേൽ എന്നിവർ പണിശാലയിലെത്തി നിർമ്മാണം പൂർത്തിയാക്കിയതിന് മദർ മരിയാനയടക്കം മഠത്തിലെ നിരവധി കന്യാസ്ത്രീകൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയുമായിരുന്നു. ഇതോടെ സഭയുടെ ആത്മീയ തലങ്ങളിൽ വിപ്ലവകരമായ ചുവടുവെപ്പുകൾക്ക് നിദാനമായ വിജയമാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ സഭ ഏറ്റെടുക്കുകയായിരുന്നു. സിഡ്നിയിലെ ഓട്ട്ലൻഡിൽ അരങ്ങേറിയ ട്രക്ക് ദുരന്തത്തിൽ 4 കുഞ്ഞുങ്ങളുടെ മരണത്തിലൂടെ 2 കുടുംബങ്ങളെ കണ്ണുനീരിന്റെയും വേദനയുടെയും കടലിലാഴ്ത്തിയ ദുരന്ത ദിനത്തിന്റെ 1-ാം വാർഷികം ക്രിസ്തീയ ക്ഷമയുടെയും പ്രത്യാശയുടെയും ആഘോഷത്തിന്റെ ദിനമാക്കി മാറ്റിക്കൊണ്ട് അബ്ദല്ല ലൈല ദമ്പതികൾ നടത്തിയ ഐ ഫോർഗീവ് ക്യാമ്പയിനിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ തന്റെ സാന്നിധ്യം അറിയിച്ചു. തന്റെ 3 കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്ന ദുരിതത്തിനിടയാക്കിയ മദ്യപാനിയായ ട്രക്ക് ഡ്രൈവറോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതായ ലൈലയുടെ പ്രസ്താവന ക്രൈസ്തവ വിശ്വാസത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി ഏറെ സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു. Dear Jesus, I love you. I know Anthony, Angelina and Sienna are happy and safe with you. സന്തോഷത്തിന്റെയും നിഷ്കളങ്കതയുടെയും പ്രതിരൂപങ്ങളായിരുന്ന തങ്ങളുടെ കുഞ്ഞുമക്കളെ അപ്രതീക്ഷിതമായി മരണത്തിനിരയാക്കിയ ദൗർഭാഗ്യകരമായ ദിനത്തിന്റെ ഓർമ്മകൾ പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും ദേശീയ ദിനമാക്കുന്നതിന്റെ ഭാഗമായി അബ്ദല്ല ലൈല ദമ്പതികൾ ഐ ഫോർഗീവ് ക്യാമ്പയിന് രൂപം നൽകുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 1 സഹോദരങ്ങളായിരുന്ന 13-കാരനായിരുന്ന ആന്റണി, 12-കാരി ആഞ്ചലീന, 9-കാരി സിയന്ന, അവരുടെ കസിൻ വെറോനിക്ക എന്നിവരെ മദ്യപിച്ച് ഓടിച്ചതിനാൽ നിയന്ത്രണം വിട്ട ട്രക്ക് ഇടിച്ചു തെറിപ്പിക്കുകയും അവർ മരണപ്പെടുകയുമായിരുന്നു. ഐസ്ക്രീം വാങ്ങാനായി വീട്ടിൽ നിന്നും സന്തോഷത്തോടെ പുറപ്പെട്ട തന്റെ 3 കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ കുളിപ്പിച്ച മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി 2-ാം ദിനത്തിൽ അപകടസ്ഥലത്തെത്തി ട്രക്ക് ഡ്രൈവർക്ക് മാപ്പ് നൽകിയ ലൈലയുടെ വാക്കുകൾ മനുഷ്യപ്രകൃതിയെ വെല്ലുന്ന ദൈവിക സ്വഭാവത്തിന്റെ പ്രതിഫലനമായി വിശേഷിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ക്രൈസ്തവ സന്ദേശങ്ങൾ പകർത്താനുള്ള ആഹ്വാനം സ്വന്തം ജീവിതത്തിലൂടെ പ്രഘോഷിച്ച അബ്ദല്ല കുടുംബം നടത്തിയ ഐ ഫോർഗീവ് ക്യാമ്പയിനിൽ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പങ്കെടുക്കുകയും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ ക്ഷമാപണ പ്രാർത്ഥനയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയും ഉദ്ധരിച്ച് കുടുംബാംഗങ്ങളുടെ ക്ഷമയുടെ മാതൃക അഭിനന്ദിക്കുകയും ചെയ്തു. We saw this beautiful family, these families choose to take a different path and show us the way. You chose not to hate but to love. You chose to be a light in darkness. You chose grace. You trusted justice, not vengeance. അബ്ദല്ല കുടുംബത്തിലെ കുഞ്ഞുങ്ങളും ദമ്പതികളും പരിപാടിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പങ്കുവച്ചതും ഹൃദയസ്പർശിയായ രംഗങ്ങളായിരുന്നു. സമാധാനത്തിന്റെ ചിഹ്നമായ പ്രാവുകളെയും ചിത്രശലഭങ്ങളെയും പറത്തിക്കൊണ്ട് അബ്ദല്ല കുടുംബം തങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തീയ സമാധാനം ലോകത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ബേസ്ബോൾ, ഫുട്ബോൾ കായികവേദികളിൽ ആരാധക ഹൃദയങ്ങളെ കീഴടക്കിയ പ്രശസ്ത അമേരിക്കൻ കായിക താരം ടിങ് ടിബോ തന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും വിശ്വാസ നിലപാടുകളുടെയും ഉറച്ച പ്രഘോഷണത്താൽ മാധ്യമ ശ്രദ്ധ നേടുന്നു. പ്രശസ്തിയുടെയും വിജയത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മിഷണറി പ്രവർത്തനങ്ങളിലും പ്രോലൈഫ് വേദികളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ടിങ് ടിബോ മാർച്ച് ഫോർ ലൈഫിൽ പങ്കുവച്ച സ്വന്തം ജീവിത സാക്ഷ്യമാണ് ശ്രദ്ധേയമാകുന്നത്. ഫുട്ബോൾ, ബേസ്ബോൾ വേദികളിൽ സ്തുത്യർഹങ്ങളായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ടിങ് ടിബോ പരിശീലനങ്ങൾക്കും മത്സരങ്ങൾക്കും ഇടയിലും മിഷൻ യാത്രകൾക്കും പ്രാർത്ഥനാ ജീവിതത്തിനും ഇക്കാലവും സമയം മാറ്റിവെക്കുകയും മനുഷ്യപ്രീതിക്കായി
തന്റെ വിശ്വാസ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാത്തതുമായ തീക്ഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകൻ കൂടിയാണ്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന വെർച്വൽ മാർച്ച് ഫോർ ലൈഫിൽ സ്വന്തം ജീവിത സാക്ഷ്യവുമായി ഈ മുൻ ഹെയ്സ്മാൻ ട്രോഫി ജേതാവ് നടത്തിയ പ്രഭാഷണമാണ് പ്രോ ലൈഫ് നിലപാടുകളുടെ ഉറച്ച പ്രഘോഷണമായി ക്രൈസ്തവ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഫിലിപ്പൈൻസിൽ മിഷണറി വേലയിൽ വ്യാപൃതരായിരുന്ന തന്റെ മാതാപിതാക്കളുടെ 5ാമത്തെ കുഞ്ഞായി ദൈവം തന്റെ അമ്മയുടെ ഉദരത്തിൽ തനിക്ക് രൂപം നൽകിയപ്പോൾ മുതൽ തന്റെ ജനനം വരെ അതീവ ഗുരുതര അവസ്ഥയിലൂടെയാണ് അമ്മ കടന്നുപോയതെന്നും മെഡിക്കൽ നിർദ്ദേശങ്ങളും ഒപ്പമുണ്ടായിരുന്നവരുടെ സമ്മർദ്ദങ്ങളും അബോർഷൻ ചെയ്യുവാനുള്ള പ്രേരണ ശക്തമാക്കിയെങ്കിലും തന്റെ മാതാപിതാക്കൾ ദൈവം നൽകിയ ഉദരഫലം എന്ന ദാനത്തിനായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്ന് ടിം വെളിപ്പെടുത്തി. തനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ സുവിശേഷ പ്രഘോഷകനാക്കുമെന്ന് തന്റെ പിതാവ് ദൈവത്തിന് വാക്ക് നൽകിയതും ഒടുവിൽ വൈദ്യശാസ്ത്രവിധികളെ തിരുത്തിക്കുറിച്ച് അമ്മയെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്ന പ്ലാസന്റ വിച്ഛേദിക്കപ്പെട്ടിട്ടും പൂർണ്ണ ആരോഗ്യത്തോടെ താൻ ജനിച്ചതും അത്ഭുത ജനനം എന്ന് തന്റെ ജനനത്തെ വിശേഷിപ്പിച്ചതും തനിക്ക് ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നർത്ഥമുള്ള തിമോത്തി എന്ന പേര് നൽകപ്പെട്ടതും ടിം പങ്കുവച്ചു. ലോകവിധികളെ തിരുത്തിയ തന്റെ ജനനത്തിലൂടെ തന്നെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകിയ ടിം ടിബോ ഇന്ന് സ്കൂളുകളിലും യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും സുവിശേഷ പ്രവർത്തനങ്ങൾ തീവ്രമായി തുടരുകയാണ്. 40-ലധികം സുവിശേഷകരെ പിന്തുണച്ചും താൻ ജനിച്ച ഫിലിപ്പൈൻസിൽ അനാഥരുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും അവകാശങ്ങൾക്കായി സ്വരമുയർത്തിയും അദ്ദേഹം നടത്തുന്ന നിസ്വാർത്ഥ സേവനങ്ങൾ ഏറെയാണ്. കളിക്കിടയിൽ കണ്ണിനു താഴെ ഐബ്ലാക്കിൽ ദൈവവചനങ്ങൾ എഴുതി അദ്ദേഹം ഏറെ പ്രാവശ്യം ശ്രദ്ധ നേടിയിട്ടുണ്ട്. കായികവേദികളിൽ ഒരു മുട്ടിന്മേൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ടിബോയിങ് എന്ന അപരനാമത്തിൽ അദ്ദേഹത്തിന്റെ അനന്യ സവിശേഷതയായി കുറിക്കപ്പെട്ട ഒന്നായിരുന്നു. സമർപ്പിത ദിനത്തിന്റെ ഭാഗമായി CMC നിർമ്മല മീഡിയ പുറത്തിറക്കിയ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. സന്യാസത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് കർമ്മലീത സഭാംഗമായ സിസ്റ്റർ ലിസ്മിയാണ്. വിശുദ്ധമീ സന്യാസ ചൈതന്യം നേരിടാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ദിവ്യകാരുണ്യ മിഷണറി സഭാംഗമായ ഫാദർ വിൽസൺ മേച്ചേരിലാണ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഷെർഡിൻ തോമസ് ആണ്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. വിശുദ്ധമീ സന്യാസ ചൈതന്യം നേടിടാൻ വിസ്മൃതി ചെയ്തു ഞാൻ സമസ്തവുമേ. വിശുദ്ധമീ സന്യാസ ചൈതന്യം നേടിടാൻ വിസ്മൃതി ചെയ്തു ഞാൻ സമസ്തവുമേ. വിശ്വാസദീപം പാത തെളിച്ചേകി വിശ്വാസ വഴിയെ ഞാൻ മുന്നേറി. ശുദ്ധനായി ശൂന്യനായി തീരുകിൽ ജീവിതം ശുദ്ധതയോടെ ജ്വലിച്ചു നിൽക്കും. ശുദ്ധതയോടെ ജ്വലിച്ചു നിൽക്കും. വിശുദ്ധമീ സന്യാസ ചൈതന്യം നേടിടാൻ വിസ്മൃതി ചെയ്തു ഞാൻ സമസ്തവുമേ. ശുദ്ധനാം ദൈവത്തിൽ ലയിക്കുമായോഗിയെ ശുദ്ധനായുയർത്തുമീ ലോകരെല്ലാം. ശുദ്ധനാം ദൈവത്തിൽ ലയിക്കുമായോഗിയെ ശുദ്ധനായുയർത്തുമീ ലോകരെല്ലാം. സന്യാസവീതിയിൽ വിശുദ്ധിയിൽ നീങ്ങിടാൻ സന്യാസം സ്വർഗമായി തീർത്തിടേണം. സന്യാസ ചട്ടങ്ങൾ പാലിച്ച് പോരുകിൽ സന്യാസം നഷ്ടമാക്കില്ല ശിഷ്യർ. സന്യാസം നഷ്ടമാക്കില്ല ശിഷ്യർ. വിശുദ്ധമീ സന്യാസ ചൈതന്യം നേടിടാൻ
വിസ്മൃതി ചെയ്തു ഞാൻ സമസ്തവും.